വിശ്വാസം പോകും. അതോടെ അളകനന്ദയുടെ ജീവനും പോകും. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ആ വിശ്വാസം നീ നിലനിർത്തണം. വേഗമാകട്ടെ, ക്ഷേത്രം തുറക്കുന്ന മറ്റന്നാളെന്ന് അറിയാമല്ലോ. വേഗം വേഗമാകട്ടെ. ശരി ശരി. കൃഷ്ണദാസ് എവിടെ? എന്റെ ഗുരുവില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് എന്താ അവിടെ കാര്യം? ബദ്രി എവിടെടാ? ഏയ്, അളകനന്ദയെ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ നാട്ടിലേക്ക് പോയിട്ടുണ്ടാ. നിങ്ങളുടെ വീട്ടിലേക്ക് ഇനി വെറും 10 മിനിറ്റ് ദൂരെ കാണുള്ളടാ. നിങ്ങളുടെ ആൾക്കാരോട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. എത്ര ശക്തരാണെങ്കിലും ബദ്രിയുടെ അടുത്ത് ചെന്നാ ഭസ്മമായി പോകുമടാ, നിന്റെ മോനുൾപ്പെടെ. എന്താ? അതേടാ, ഇതുവരെ നമ്മുടെ ശത്രുക്കളാരും ആ നാട്ടിൽ കാലുകുത്തിയിട്ട് ജീവനോടെ അവിടുന്ന് തിരിച്ചു പോയിട്ടില്ല. ആ ബദ്രിയും അവിടുന്ന് തിരിച്ചു പോകരുത്. അവൻ അവിടെ കാലുകുത്താൻ പോലും സമ്മതിക്കരുത്. ഇപ്പൊ പിന്മാറിയാൽ ഒരു തല മാത്രമേ പോവുകയുള്ളൂ. തലയോടെ തിരികെ പോകാമെന്ന് തന്റെ ഇടമുള്ള ഒരു വള. ഭഗവാന്റെ അടുത്തേക്ക് ഇവളെ കൂട്ടിക്കൊണ്ടു പോകാനാ ഞാൻ വന്നത്. തടയാൻ നോക്കരുത്. ഭഗവാന്റെ അടുത്തുണ്ടോ ഈ ഭജന ഇരുത്താൻ അളകനന്ദ എന്താ വല്ല ബ്രഹ്മചാരിയോ സ്വാമിയോ മറ്റാണോ? ഇവന്റെ ഭാര്യ ആകേണ്ടവളാ. ഏയ്, നിങ്ങളോട് സംസാരിച്ചിരിക്കാനുള്ള ക്ഷമ എനിക്കില്ല. ദൈവത്തിന്റെ കാര്യത്തിൽ തടസ്സം നിൽക്കരുത്. കൊന്നുകളയും ഞാൻ. എന്താടാ ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങൾക്ക് വാണി തരുന്നോ? തടസ്സം നിൽക്കാതെ മാറിപ്പൊയ്ക്കോ. കൊല്ലണവന്. എവിടേക്കാടി നീ പോകുന്നത്? പോകത്ത്.
കണ്ണും പൂട്ടി വന്നേ ഞാൻ നിന്റെ കൂട്ടിൽ വീണേ ഞാൻ ആകെ വെട്ടിലായേ ഞാൻ കയ്യിൽ പെട്ടുപോയേ ഞാൻ ഇവളൊരു വലവല പൊന്മല വലയിൽ പെട്ടൊരു സിംഹക്കുട്ടി ഞാൻ ഹേയ് നാഥ് നാഥ് ഹേയ് നാഥ് നാഥ് ഹേയ് നാഥ് 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 ഞാൻ നിൻ ബദരീനാഥ് നാഥ് 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 നിന്റെ ബദരീനാഥ് നാഥ് 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 ഹീറോ ബദരീനാഥ് നാഥ് 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 നിന്റെ നാഥൻ ബദരീനാഥ് കടലായി നെഞ്ചം തിരതുള്ളിച്ചാടുന്നേ കവിളിൽ തലോടാം ഒളിനിഴലായി ഞാൻ വന്നേ നാഥ് 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 ഞാൻ നിൻ ബദരീനാഥ് നാഥ് 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 നിന്റെ ഹീറോ ബദരീനാഥ് ഏയ് മാസ്റ്റർ, ഈ മ്യൂസിക്കിൽ ഞാൻ വേറൊരു സ്റ്റെപ്പ് കാണിക്കട്ടെ. നീ പൂത്തുലഞ്ഞാൽ അഴകെല്ലാം നുകരാനായി ഒളി മിന്നും കരിവണ്ടായി വന്നണയാം ചുണ്ടിൽ ഞാൻ എല്ലാം എല്ലാമല്ലേ എൻ ചെല്ലച്ചെറുമണി മുല്ലേ പുല്ലാങ്കുഴലും നൂതി ഞാൻ വന്നു വെൺമണി മുല്ലേ മുല്ലേ നാഥ് 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 ഞാൻ നിൻ ബദരീനാഥ് നാഥ് 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 നിന്റെ ഹീറോ ബദരീനാഥ് എന്താണ് നോക്കുന്നത്? കത്തി അമർന്നത് തട്ടച്ചില മാത്രമല്ല, അങ്ങിത്ര നാള് കാത്തു സൂക്ഷിച്ച വിശ്വാസം. ശരീരത്തിനേറ്റ മുറിവുകൾ മാറ്റാൻ സാധിക്കും,
ഈ തക്ഷശില വീണ്ടും പുതുക്കിപ്പണിയാനും കഴിയും. പക്ഷെ കാലാന്തരങ്ങളായി ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി മാത്രം കാത്തു സൂക്ഷിച്ചിരുന്ന ആ ദിവ്യ ആയുധത്തെ കേവലം ആ പെണ്ണിന്റെ പ്രേമത്തിന് വേണ്ടിയാണ് അവൻ ദുരുപയോഗം ചെയ്തിരിക്കുന്നത്. ഹലോ, ജയ്പൂർ അല്ലേ? ഞങ്ങൾക്ക് 20 legs 40 hands 35 foots അർജന്റായിട്ട് ആവശ്യമുണ്ട്. പണ്ട് സുനാമി തിരമാല വന്നെല്ലാം നശിപ്പിച്ചിട്ട് പോയതുപോലെ ഇന്നലെ ഒരുത്തം വന്ന് മൊത്തം അടിച്ച് നിരപ്പാക്കി. അഡ്രസ് SMS അയക്കാം. പാഴ്സൽ സർക്കാർ 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 നിങ്ങളുടെ ഇമേജായി തകർന്നു കിടക്കുന്നത്. നിങ്ങളുടെ ജാതകം നല്ലതായതുകൊണ്ട് ആ സമയത്ത് ഇവിടെ ഇല്ലാതെ പോയി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജയ്പൂർ ലെഗോ ഹാൻഡോ ഒക്കെ വേണ്ടി വന്നേനെ. നിങ്ങൾ എപ്പോഴും പറയുമായിരുന്നല്ലോ പ്രേമവുമായി ബന്ധപ്പെട്ട ജോലികൾ ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. വിടില്ല ഞാൻ. തുടരുത്. ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരന്റെ മകളായിട്ടാ ഞാൻ ജനിച്ചത്. എത്രയോ വലിയ ആലോചനകൾ വന്നിട്ടും അതൊക്കെ ഉപേക്ഷിച്ച് നിന്നെ എന്തിനാ കല്യാണം കഴിച്ചെന്ന് അറിയാമോ നിനക്ക്? ചെറുപ്പം മുതലേ എനിക്ക് റൗഡിസമായിരുന്നു ഇഷ്ടം. 20 വർഷങ്ങൾക്ക് മുൻപ് ചില തെരുവുകൾ ഭരിച്ചിരുന്ന നീ ഇപ്പോ ഒരു സ്റ്റേറ്റിനെ ഭരിക്കുന്ന നിലയിലെത്തിയെങ്കിലും അത്ര കരുത്തനായ നിനക്ക് എന്റെ മകനെ കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിക്കാൻ കഴിഞ്ഞില്ല. നിന്നെ കൊണ്ടതിന് കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ ആദ്യം ആ ബദ്രി എന്ന് പറയുന്നവനെ കൊന്നെങ്കിലേ എന്റെ മോൻ അവളെ കെട്ടാൻ പറ്റൂ. എന്റെ മോൻ കണ്ണു തുറക്കുന്നതിന് മുമ്പ് ആ ബദ്രിയുടെ കണ്ണുകൾ അടഞ്ഞിരിക്കണം. അളകനന്ദ എന്റെ മോന്റെ കാൽ കീഴിൽ ഉണ്ടാവുകയും വേണം. മനസ്സിലായില്ലേ? ബദ്രീനാഥിന്റെ നാമത്തിൽ സത്യം ചെയ്തിട്ട് അത് ലംഘിച്ച നീ ഈ പവിത്രമായ ക്ഷേത്രമുറ്റത്തു നിന്നും വേഗം പുറത്തുപോ. അതെന്റെ ഗുരു മാത്രമല്ല, എനിക്ക് ദൈവത്തിന് തുല്യമാ. നിനക്ക് ജ്യോതി ദർശനം ചെയ്ത് നിന്റെ ആഗ്രഹം പൂർത്തീകരിക്കണ്ടേ? നീ ചെല്ലേ, വയ്ക്കോ.